ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വയമേവ കേസെടുത്തു. ഡിപ്പാർട്ട്മെന്റിനോട് ശക്തമായ നടപടി എടുക്കാൻ പറയും. ശക്തമായ നടപടി ഡിപ്പാർട്ട്മെന്റ് എടുക്കും. അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അതൊരു മാതൃകയാണ്. യൂട്യൂബിൽ നിന്ന് പണം ലഭിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കൊടുത്ത കൊല്ലത്ത് കിട്ടുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഞാൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ കൊല്ലം പത്തനാപുരത്തെ കൊണേഷ് കുമാറിനെ പറ്റിയാണ്. അപ്പൊ 1 ഇയർ ബാക്ക് ഞാൻ കേരളക്കര മൊത്തം ഫേമസ് ആകുന്ന ഒരു കിട്ടിലും കണ്ടന്റ് ചെയ്തായിരുന്നു. നിങ്ങൾ സഞ്ജു ടെക്കി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നത്. സഞ്ജു ടെക്കി വേഴ്സസ് ഗണേഷ് കുമാർ, അതായത് കൊണേഷ് കുമാർ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. 2 ദിവസം മുമ്പ് ഈ പറയുന്ന ഗണേഷ് കുമാറിനെ കുറിച്ച് ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയോട് ചെയ്ത ദ്രോഹത്തിന്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1.5 വർഷം മുമ്പ് ഈ പറയുന്ന സഞ്ജു ടെക്കി നമ്മുടെ ആവേശം മൂവി സ്റ്റൈലിലെ തൊട്ട്, നമ്മുടെ അമ്പാന്റെ സ്റ്റൈലൊക്കെ തൊട്ട്, അതായത് കാറിനകത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ വെച്ചിട്ട് പുള്ളി ഒരു ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഇതൊരു ഇഷ്യൂസ് ആണ്, പുറത്തൊക്കെ ചില ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്ന് ഈ പറയുന്ന എനിക്ക് തോന്നുന്നു സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചൊരു വ്യക്തി ഞാനത്. കാരണം ഇദ്ദേഹത്തിന്റെ ബ്ലോഗ് എങ്ങനെയാണ്, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, പുള്ളിയുടെ രീതി എന്താണെന്നൊക്കെ നല്ല രീതി എനിക്കറിയാം. നല്ലൊരു വ്ളോഗറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ രീതി, സംസാര രീതി, ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. പിന്നീട് ഈ പറയുന്ന കൂടുതലും പ്രൊമോഷൻ, ഈ ആപ്പ് അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ കാണിക്കാൻ പോയതിനു ശേഷം ഞാൻ പുള്ളിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഫസ്റ്റ് ഞാൻ പുള്ളിയുടെ എൻ്റെ ആദ്യത്തെ റിയാക്ഷൻ വീഡിയോ പുള്ളിയുടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ പെട്ടെന്ന് ഇതുപോലുള്ള പ്രൊമോഷൻ അതും ഇതുമൊക്കെ പോയി ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഇല്ലാണ്ടാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ആണ് ഈ ഒരു സംഭവമാണ്. അപ്പോൾ സഞ്ജുവിൻ്റെ ഓരോ വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര വ്യൂ കുറവാണ്. പണ്ട് കോവിഡ് തൊട്ടുള്ള സമയത്ത് സഞ്ജു ഒരു താരമായിരുന്നു. പുള്ളിയുടെ രീതി, സംസാരം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സഞ്ജുട്ടേക്ക് മാറി ഈ പ്രൊമോഷനും അതും ഇതും ഒക്കെ ഭയങ്കര ബോറ് പരിപാടി. പിന്നെ ഇടയ്ക്ക് പുള്ളിയുടെ ഒരു ലവ് സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. അതങ്ങടിച്ച് അത് ആ ഒരു വിഷയത്തിൽ അങ്ങോട്ട് 1-2 ആഴ്ച അങ്ങോട്ട് കുറച്ച് വ്യൂസ് ഉണ്ടായിരുന്നു. പിന്നീട് എന്താ പറയണ്ടേ, ഗണേഷിന്റെ വിഷയം വന്നപ്പോഴായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ആ സഞ്ജു എന്ന് പറഞ്ഞ ആളെ ഇല്ലാണ്ടങ്ങ് പോകുന്ന ഒരു ഇതായിരുന്നു. ഞാൻ പെട്ടെന്ന് ഓടിച്ചിട്ടങ്ങ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വിഷയം എന്താന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ സംബന്ധമായിട്ടാണ്. അങ്ങനെ ഫൈനലി സഞ്ജു ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. മുൻ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ലൈസൻസ് കിട്ടിയത് 18 വയസ്സിന് മുമ്പ്. സഞ്ജുവിന് പിടിക്കുമോ? കാരണം അതുപോലത്തെ ഒരു പരിപാടിയാണ് 1.5 വർഷം മുമ്പ് ഗണേഷ് കുമാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത് പുള്ളിയുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി അന്ന് ആ വ്ളോഗ് ചെയ്തതിന് തുടർന്ന് പുള്ളിക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പുള്ളി പോലീസ് സ്റ്റേഷനിൽ മാസമായിട്ടൊക്കെ പോയതാണ്. പക്ഷെ അതിന് ശേഷമാണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ പോലും കളയണമെന്ന് പറഞ്ഞതാണ് ഈ ഗണേഷ് കുമാർ. 17 വയസ്സത്തേക്ക്, അതായത് 18 വയസ്സ് തേക്കുന്നതിന് മുമ്പ് ലൈസൻസ് എടുത്തവനാണ് ഇവരെ വന്നിട്ട് ഉപദേശിച്ചത്. അത് നമ്മൾ ഇപ്പോൾ 2 ദിവസം മുമ്പാണ് കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗണേഷ് കുമാർ MLA ലൈസൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം സ്വയം നന്നായിട്ട് വേണം ബാക്കിയുള്ളവരെ നന്നാക്കാൻ ഇറക്കേണ്ടത്. എന്തായാലും സഞ്ജു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പുള്ളി പഴയ പ്രതികാരം അങ്ങ് തീർക്കുക എന്ന് തന്നെ പറയാം. പഴയ എനർജി. ഞാനൊരു 5-6 വർഷം മുമ്പ് കണ്ട ഒരു സഞ്ജുവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ജസ്റ്റ് ആ ഒരു വീഡിയോ വെക്കാം. സഞ്ജു അന്ന് ചെയ്ത ആ ഒരു കാര്യത്തോട് എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ പറയണ്ടേ, ചിലപ്പോൾ റോഡിലൊക്കെ ഇത് കാണിക്കുമ്പോൾ വല്ല ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. കാണുമ്പോൾ ഒരു രസകരമാണെങ്കിലും ഞാൻ അതിലോട്ടും വലിയ പ്രോത്സാഹനമൊന്നും കൊടുക്കുന്നില്ല. പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പുള്ളി തന്നെ അത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് മീഡിയക്കാരുണ്ടല്ലോ, ആവശ്യമില്ലാത്ത കുറേ ന്യൂസുകളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഒക്കെ വിട്ട് സഞ്ജുവിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫാമിലി ശരിക്കും അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ. ഓക്കെ, ആ സമയം എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് നടക്കുന്ന സമയമാണ്. കുറേ ആൾക്കാർ ഓഡിയൻസ് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു സഞ്ജുവിൻ്റെ കാര്യങ്ങൾ. എന്നിട്ടും ന്യൂസിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ആ സമയത്ത് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ആ കാര്യം എടുത്ത് പറയാനുള്ള കാര്യം. അപ്പോൾ ഞാൻ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ കുറേ ആൾക്കാർ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ബാക്കി എല്ലാവരും നെഗറ്റീവായിരുന്നു. ആ സമയത്ത് ഒരു താരമായിരുന്നു ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞവൻ. അറിയാലോ, ഒരാളെ ചതിച്ച് ദ്രോഹിച്ച് വഞ്ചിച്ച് കൊന്നതെന്നല്ല പറയണ്ടേ, ഇത് വേറെ വകുപ്പിലാവും. ഉമ്മൻചാണ്ടിയുടെ കാര്യമായിട്ട് പറയുന്നത്. ആ മനുഷ്യനെ നരകിപ്പിച്ച് ദ്രോഹിച്ചൊരു വ്യക്തിയാണ്. അവനിപ്പം നല്ല രീതി പണി കിട്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് ഈ ലൈസൻസിന്റെ വിഷയം വരുന്നത്. പുള്ളിയുടെ ലൈസൻസ് കട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ സഞ്ജു വെറുതെ ഇരിക്കുമോ? സഞ്ജു ചാടി കയറി വന്നിരിക്കുകയാണ്. ഞാൻ എന്തോ പറയുന്നതെന്ന് നിങ്ങൾക്ക് വല്ല മനസ്സിലാവണമെന്ന് അറിയില്ല. കാരണം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സഞ്ജുവിൻ്റെ ഒരു സംസാര രീതിയൊക്കെ കാണുമ്പോഴേ നമുക്കിനി അതിലോട്ടൊക്കെ പോകാം. ചാനൽ ആദ്യമായിട്ടാണ് വരുന്നത്. സഭ്യ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ചെയ്യപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. സഭ്യ പരമാവധി ഒന്ന് ഷെയർ ചെയ്തേക്കുക. പ്രത്യേകിച്ച് കൊണേഷ് കുമാറിന്റെ കേസ് കേട്ടായതുകൊണ്ട്. കാരണം ഒരു ദ്രോഹിക്ക് കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ വരയ്ക്കും സഞ്ജുയുടെ ആ സമയത്ത് ന്യായം ഉണ്ടോ എന്നായിരിക്കും. ന്യായത്തിൻ്റെ ഒന്നും കാര്യമല്ല പറയുന്നത്. ഇവൻ സ്വയം നന്നായിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ ഇറങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം 17 വയസ്സിൽ അവൻ ലൈസൻസ് എടുത്തെങ്കിൽ ഇവൻ ആരാ മോനെ? ലൈസൻസിനകത്ത് MLA ഉണ്ടാക്കുവാണെങ്കിൽ ഇവൻ ആരാ മോനെ? ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ. എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. സഞ്ജു
സ്വിമ്മിംഗ് പൂളാക്കിയ വാഹനം RTO എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തുവെന്ന വാർത്ത വരുന്നു. സഞ്ജു ടെക്കിയും കൂട്ടരും യൂട്യൂബിൽ പൂളുണ്ടാക്കി കാറും എടുത്ത് റോഡിൽ ഇറങ്ങിയത്. കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ നടപടി. വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കിയ യൂട്യൂബർക്കെതിരെ RTOയുടെ നടപടി. സഞ്ജു ടെക്കി എന്ന യൂട്യൂബർക്കെതിരെയാണ് നടപടി. പ്രധാന കഥാപാത്രമായ ടാറ്റ സഫാരി കാർ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച വാഹനം പൊതുനിരത്തിൽ ഓടിച്ചതോടെയാണ് നടപടി എടുത്തിരിക്കുന്നത്. ആവേശം സിനിമയിലെ അമ്പാൻ സ്റ്റൈലിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO. ആ സമയത്ത് കത്തിയുടെ ബീജം കണ്ടായിരുന്നുണ്ടോ പുള്ളിയുടെ ഒരു ബ്ലോഗിനകത്ത് കത്തിയുടെ ബീജയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ. ഇനി നമുക്ക് അണ്ണൻ്റെ സംസാരത്തിലോട്ട് വരാം. അടിപൊളി ഒരു ചാനലായിരുന്നു. അവൻ്റെ സംസാരം കൊണ്ട് തന്നെയാണ് അവൻ ആൾക്കാർ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു കുറേ പ്രൊമോഷനും അതും ഇതുമൊക്കെ ആയിട്ട് ആ ഒരു ചാനൽ തന്നെ ഇല്ലാണ്ടായി പോയായിരുന്നു. ബക്കറ്റ് ചിക്കനൊക്കെ പുള്ളിയുടെ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. സഞ്ജുവിൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരാളായിരുന്നു ഞാൻ. ആ സമയത്തായിരുന്നു ഞാൻ കുക്കിംഗ് ഒക്കെ ആയിട്ട് യൂട്യൂബിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 10, 15, 20, 35 വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയോ ഞാൻ ആദ്യം ചെയ്തത് സഞ്ജുവിൻ്റെ ഒരു വീഡിയോ ആണ്. 5000 വ്യൂ ആട്ടോ എനിക്ക് കിട്ടിയത്. 5000 വ്യൂ സഞ്ജുവിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് എനിക്ക് 5000 വ്യൂ കിട്ടിയത്. ഓക്കെ, ഞാൻ ആ മെമ്മറീസ് ഒക്കെ ഒന്ന് ആലോചിച്ച് പോയതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി കൂടെ വെക്കാം. കൊണേഷ് കുമാർ എന്തോ പറഞ്ഞു നിങ്ങൾ കേട്ടായിരുന്നു. ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിലെ കക്കൂസ് കഴിയും പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. ഇനി ഇത്തരം പരിപാടികളുമായിട്ട് റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും. മുൻമന്ത്രി ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. നിന്റെ ലൈസൻസ് പോയി, എന്റെ ലൈസൻസ് പോയി, നിന്റെ ജോലി പോയി, പക്ഷെ എന്റെ ജോലി പോയില്ല. നിന്റെ ലൈസൻസും പോയി, എന്റെ ലൈസൻസും പോയി, നിന്റെ ജോലിയും പോയി, എന്റെ ജോലി പോയില്ലടാ. സത്യം പറഞ്ഞാലോ ആ ഒരു സമയത്ത് അവൻ്റെ ഫാമിലി ഉണ്ടല്ലോ ശരിക്കും അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവനെ വേണ്ടി സപ്പോർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഡോക്ടറാട്ടോ. പുള്ളിക്കാരെ വിളിച്ചിട്ട് നീ എന്താടാ അവന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്, നീ ആൾ കൊള്ളാലോ, ഇങ്ങനെയൊക്കെയാണോ ഡാനി, ഇങ്ങനെയൊക്കെയാണോ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ പണ്ടോട്ടേ എൻ്റെ വീഡിയോ കാണുമ്പോൾ അവൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയുണ്ട്. ആ ഒരു ചെറിയൊരു വീട്ടിൽ നിന്ന് ഒരു വലിയൊരു വീട്ടിലോട്ട് വരിക, പിന്നെ അവൻ്റെ ഒരു കാറുണ്ട്, പിന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ റിലേഷൻഷിപ്പ് പിന്നെ അടിച്ച് പിരിഞ്ഞ് പോച്ചൊക്കെ ചെയ്ത് പിന്നെയാണ് നന്നു സ്വത്ത് കയറി വരുന്നത്. പിന്നെ എന്താ പറയണ്ടേ, ആള് പൊളിയും സെറ്റും ഒക്കെ തന്നെ. പക്ഷെ ഒറ്റ ഒരു കുഴപ്പമുള്ള ആ യൂട്യൂബില്ല, അത് സ്ഥിരം വീഡിയോ ഇടാതായിപ്പോയി. അത് സ്ഥിരം ഇട്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പ്രേക്ഷകർ സഞ്ജുവിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തേനെ. ഓക്കെ, കുഴപ്പമില്ല, ഇനിയൊക്കെ വരും. ഇനിയിപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിക്കി, നമുക്ക് വേറെ ലെവലാക്കാം. ഓക്കെ, പക്ഷെ നിയമലംഘനം നടത്തിയിട്ട് യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തസ്സ്. വില്ലേജ് വാർത്തയെന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് നീ കുറേ നന്മവരം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നന്മവരങ്ങളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ടുവരുന്നെങ്കിൽ പോലും നീ പക്ഷേ ചെയ്തു കൂട്ടുന്ന ഓരോ ദ്രോഹങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയില്ലായിരുന്നു. ഈ അടുത്ത സമയത്ത് നിന്റെ ഭാര്യയോട് ചെയ്ത ഓരോ ദ്രോഹങ്ങളും ഇവിടെ ആരും മറന്നിട്ടില്ല. ഗണേഷ് കുമാറെ ഉള്ള കാര്യം തുറന്നു പറയാലോ. ആ ഒരു സ്ഥാനമുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഞാൻ വിമർശിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. അത് പേര് സഹിതം എടുത്ത് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഗട്ട്സ് ഉണ്ടായിട്ട് തന്നെ സംസാരിക്കുന്നത്. അത് വേറൊന്നും കണ്ടില്ല. ഇതുപോലൊരു ദ്രോഹി കാരണമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി അല്ല കേട്ടോ, നമ്മുടെ ഉമ്മൻചാണ്ടി സാറ്, പിണറായിക്ക് മുമ്പുള്ള മുഖ്യമന്ത്രി. ഓക്കെ, ആ ഒരു മനുഷ്യന്റെ ജീവിതം അത് ആരും മറക്കത്തില്ലടോ. എത്രയായാലും ആ ഒരു ശാപം തന്റെ ചുറ്റും കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നീ പറ. നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ്. കാരണം നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ, യഥാർത്ഥ രാജ്യസ്നേഹി. ഗണേഷ് കുമാറിന്റെ ആദ്യ ലൈസൻസ് 18 വയസ്സ് തികയുന്നതിന് മുമ്പാണെന്നും ഇപ്പൊ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നല്ല കാര്യം ഉണ്ടായിരുന്നു. പട്ടി ഷോ കാണിക്കാൻ പോകാനാ അന്ന് ഒപ്പിട്ട് കൊടുത്ത അച്ഛനാ കേട്ടോ. അതിന് അച്ഛനെ ജീവിച്ചിരിപ്പില്ല. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ അച്ഛനെ നെഞ്ചത്തോട്ട് വെച്ച് കൊടുത്തിട്ട് അവൻ നൈസായിട്ട് ഊരിപ്പോനെ. ആ ഒരു ലൈസൻസ് ഇയാൾക്ക് കിട്ടരുത്. ഇയാളെ വെറുപ്പാണ്. ബസ് തൊഴിലാളികൾക്കും പ്രൈവറ്റ് സ്റ്റാൻഡിലുള്ളവർക്കൊക്കെ ഇവനെ വെറും പച്ച എന്താ പറയണ്ടേ, വെറുപ്പാണ് ഈ ഗണേഷ് കുമാറിനെ. പരിശോധിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് 18 വയസ്സ് തികയുന്നതിന് മുമ്പ് അദ്ദേഹം ലൈസൻസ് സംഘടിപ്പിച്ചിരിക്കുന്നു. നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ, യഥാർത്ഥ രാജ്യസ്നേഹി. അപ്പൊ അത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ, യഥാർത്ഥ രാജ്യസ്നേഹി. അതുകൊണ്ട് ആ ലൈസൻസ്
ലൈസൻസ് തീർച്ചയായിട്ടും ക്യാൻസൽ ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിന് വാഹനം ഓടിക്കാനായിട്ട് ഇനി ലൈസൻസ് ഉണ്ടാവില്ല. ഇതിനൊരു തീരുമാനം വരും. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത എടാ നീ വല്ല റിയാക്ഷൻ വീഡിയോ തുടങ്ങും ബ്രോ, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇല്ലേ കടന്നു വരൂ ഇങ്ങോട്ട് വാ, നിനക്ക് പറ്റിയ പരിപാടി ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. എനിക്ക് നിന്റെ ബ്ലോഗിനേക്കാളും ബെറ്റർ ഇതാണെന്ന് തോന്നുന്നു. വാ അതായിരിക്കും നല്ലത്. ഇല്ല ചോട്ടാ മുമ്പിക്ക് അത് ലാലേട്ടൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഇല്ല അങ്ങേര് വിളിക്കത്തില്ല, രാജ്യം ദേവ് വിളിക്കുന്നു. ഇല്ല വാ ഭയങ്കര റോങ് ആണ് സത്യം പറഞ്ഞാൽ. എനിക്ക് അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്തായാലും ഞാൻ എന്റെ തെറ്റ് അക്സെപ്റ്റ് ചെയ്തായിരുന്നു. എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. അത് മാത്രമല്ല ഞാൻ അന്ന് കണ്ടന്റ് ചെയ്തപ്പോ ഒരിക്കലും ഞാൻ എന്റെ കാർ ഡ്രൈവ് ചെയ്തിട്ടില്ല. ഞാൻ വണ്ടിയുടെ പുറകിൽ ഇരിക്കുമായിരുന്നു. ഇത് കൂടാണ്ട് ഒരാൾ പോലും നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുക അല്ലെങ്കിൽ ഞങ്ങൾ കാരണം ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകിയ ഒന്നും ചെയ്തില്ല. പക്ഷേ ഇതെല്ലാം അറിയാവുന്ന ആ സമയത്തെ ഗതാഗത മന്ത്രി എന്റെ അണ്ണ നിങ്ങളാണ് വിജയം, നിങ്ങളാണ് സിനിമ നടൻ തെളിയിച്ച്. അത് അന്ന് 18 വയസ്സ് മുന്നേ ലൈസൻസ് എടുത്തിട്ട് അഭിനയിച്ച് നടക്കും ഇത്ര നാളായിട്ട് ലൈസൻസ്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് എച്ചും എട്ടും എല്ലാം എടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത നമ്മളെ കാര്യം മണ്ടന്മാരാ. അതുകൊണ്ട് കാണിച്ച മണ്ടത്തരങ്ങള് 18 വയസ്സിന് മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് അത് പുതുക്കിയിട്ടാണ് ഇപ്പോൾ ഉള്ള ലൈസൻസുകളൊക്കെ വരുന്നത്. അത് തന്നെയല്ല 2019 മുമ്പ് MLA എന്നും എഴുതി ചേർത്തു. ഇതൊക്കെ നിയമവിരുദ്ധവും ഇല്ലീഗലായ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിന് നടപടി വേണം. ആ നടപടിക്ക് മുന്നാടി അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യണം. ഭ്രാന്തന്മാരെ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ചോട്ടായി കൊടുക്കണം. ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ ഏറ്റവും ഭംഗിയായിട്ട് തോറ്റ ഒരു സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ പത്തനാപുരം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. MD ഒന്നും വെല്ലുവിളിക്കണ്ട, പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മിക്കുകയാണ്. ഇത് തന്നെ എനിക്ക് കൊണേഷനോട് പറയാനുള്ളത്. ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല. നീ MDന്റെ വെല്ലെന്ന് വിളിക്കണം ഒരാവശ്യമില്ല. പണ്ട് 18 വയസ്സാണേലും മുമ്പ് തന്നെ ഉടായ്പ കള്ളത്തിനെ കാണിച്ച് ലൈസൻസ് ഉണ്ടാക്കിയതല്ലേ നീ. ഞാനൊരു കണ്ടന്റ് ചെയ്ത് ഞാൻ കാർ പോലും ഓടിച്ചിട്ടില്ല കേസ്. എന്നിട്ട് എന്റെ ലൈസൻസ് കെട്ടിയത് എന്റെ വണ്ടിയുടെ RC ബുക്ക് കെട്ടിയത് പിറ്റേ ദിവസം തൊട്ട് ഒരാഴ്ചത്തേക്ക് ഫ്രണ്ട് പേജിലാണ് എന്റെ ഫോട്ടോ വന്നത്. എവിടെ ഗണേശിന്റെ ന്യൂസ്, എവിടെ ഫ്രണ്ട് പേജിൽ ന്യൂസ്? പക്ഷേ ചേട്ടാ മോനെ നിനക്ക് കിട്ടിയ ആ റീച്ച് ആണെങ്കിൽ പോലും എല്ലാവരും പറയുന്നുണ്ട് സഞ്ജു നിനക്ക് റീച്ച് കിട്ടിയില്ല. പക്ഷെ ആ വീട്ടിലെ അമ്മയുടെ അച്ഛൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സഞ്ജുവിന് ഒരുപാട് കാര്യത്തിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന ആപ്പിനകത്ത് കുറേ പരിപാടികളുണ്ടായിരുന്നു. ജ്യോതിഷം ഇപ്പം നടക്കുന്നില്ല. ഇവനൊക്കെ അത് പണ്ടേ ചെയ്ത് വിട്ട കാര്യങ്ങളൊക്കെ തന്നെ. എൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് കണ്ടില്ലേ, കെട്ട് മുടങ്ങി കിടന്ന വീടിൻ്റെ കെട്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് 2 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ. അതിലൊക്കെ എടുത്ത് ഈ പറഞ്ഞ സഞ്ജുവിനെ നമ്മൾ വിമർശിച്ചിട്ടുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് എൻ്റെ ടോണ് ഭയങ്കര ലൈറ്റായിട്ടായിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇച്ചിരി എന്താ പറയുക നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സഞ്ജുവിൻ്റെ ചില വീഡിയോസുകൾ ഒരു സമയത്ത് വേറെ ലെവലായിരുന്നു. ആ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സഞ്ജു ആയിരുന്നു. ഓക്കെ, ഞാൻ ബാക്കി പറയാൻ വന്ന കാര്യങ്ങൾ വിട്ടുപോയി. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ഇത്രയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ലൈസൻസ് വാർത്തയൊക്കെ കട്ട് ചെയ്തല്ലേ. അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് നാട്ടുകാരെ ഗവൺമെന്റിനെ പറ്റിച്ച ഗണേശിന് നിങ്ങൾ എന്താണ് കൊടുക്കാൻ പോകുന്നത്? ആർക്കും എന്ത് കോച്ചിങ് കാണിക്കാമെന്ന് കരുതണ്ട. ട്രാൻസ്പോർട്ടിൽ ഇത്തരം വേലകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും. ഈ തന്തസ് ഇപ്പൊ അണ്ണ പറഞ്ഞതാണ് പോയിന്റ്. ഈ കാര്യത്തിൽ തന്നെ കർശനമായ നടപടി എടുക്കാവുന്നതിന്റെ ഏറ്റവും കർശന നടപടി എടുത്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത്. എനിക്ക് തോന്നിയ വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. അതിന് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും പറ്റുക 18 വയസ്സിന് മുമ്പ് ലൈസൻസ് കിട്ടും, അതിനകത്ത് MLA എന്ന് പേരും. പറഞ്ഞതിൽ മുമ്പ് നിയമം അനുസരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ. അവരാണ് യഥാർത്ഥ നല്ല പൗരന്മാർ. ഗണേഷ് കുമാറിന്റെ ആദ്യ ലൈസൻസ് 18 വയസ്സ് തികയുന്നതിന് മുമ്പാണെന്നും ഇപ്പൊ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ ഇത്രയും ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങൾ സഞ്ജുവിൻ്റെ വീഡിയോ തന്നെ പോയി ഒന്ന് കാണുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും. അദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ച് റീച്ചൊക്കെ കുറവാണെന്ന് തോന്നുന്നത്. കുറവ് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ സഞ്ജു തിരിച്ചു വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാകാൻ നോക്കുക. ഡെയിലി വ്ളോഗ് ഇടാൻ നോക്കുക. ഒരു 8 മിനിറ്റിൻ്റെ വ്ളോഗ് മാത്രം. ആ ഒരു പഴയ സഞ്ജുട്ടൊക്കെ രീതിയിൽ അങ്ങ് പോടേ. ബക്കറ്റ് ചിക്കനും മറ്റേ ചിക്കനും മറിച്ച ചിക്കനും പിന്നെ ഇതിനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യുക. ഒരു കാര്യം നോക്കുക, നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിൽ വന്നത്. അപ്പം തനിക്ക് തിരിച്ചു വരാൻ പറ്റും. ഈ അടുത്തൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു മാസം 40 ലക്ഷം രൂപ വരുമാനം കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് 20,000 ഉള്ളത്. എന്തുകൊണ്ട്? കറക്റ്റായിട്ട് വീഡിയോ ചെയ്യുക. ആദ്യം ഷോർട്ട് വീഡിയോസ് യൂട്യൂബിൽ ഇടാതിരിക്കുക. രണ്ടും കൂടി ഇട്ടാൽ അതൊരു വള്ളിയാവും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. യൂട്യൂബ് നോക്കുന്ന ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഷോർട്സ് ഇൻസ്റ്റ ഇടുക, യൂട്യൂബിൽ ഈ പറയുന്നോട്ട് കോണ്ടന്റ് മാത്രം ഇട്ട് പോവുക, ലോങ് വീഡിയോ ഇട്ടുകൊണ്ട് പോവുക. അപ്പോൾ ഷോർട്സിനൊക്കെ വേണമെങ്കിൽ വേറൊരു ചാനൽ തുടങ്ങാൻ നോക്കുക. ഓക്കെ, അപ്പം പഴയ സഞ്ജു തിരിച്ചു പോവാ. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ ആപ്പ് മറ്റേത് മനസ്സത് ഇതിപ്പോൾ തൻ്റെ സമയമാണോ ഇല്ല, അങ്ങനെയൊക്കെ പോയി. ബൈ, ലവ് യു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. സഞ്ജു ഫാൻസ് ഒക്കെ ഉണ്ടോ ഇപ്പോൾ?